ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നമ്മുടെ റിപ്പീറ്റേഴ്സും റീറിപ്പീറ്റേഴ്സും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചോദിക്കുന്ന കാര്യമാണ്, ഞങ്ങൾക്ക് കുറേ പെൻഡിങ് ഉണ്ട്, ബാക്ക്ലോഗ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുക, വാട്ട് ഷുഡ് ബി ആർ സ്റ്റഡി പ്ലാൻ, ഞങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരുമെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റേഴ്സും റീറിപ്പീറ്റേഴ്സും എങ്ങനെ നിങ്ങളുടെ ഒരു ഡേ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ തരാനാണ് വന്നത്. ബിക്കോസ് നമ്മൾ നീറ്റ് പോലെയുള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം ജസ്റ്റ് ലേണിംഗ് തിങ്സ് ആർ നോട്ട് ഇനഫ്. പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പഠിക്കണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം എക്സാമിൽ നമ്മളെ എന്താണ് സ്റ്റാർ ആക്കുക, നമ്മൾ എത്ര ഫാസ്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നു, അത് എത്ര ഫാസ്റ്റായി നമ്മൾ കറക്റ്റായി OMRൽ മാർക്ക് ചെയ്യുന്നു. എൻഡ് ഓഫ് ദ ഡേ OMR മാർക്കിംഗ് രീതി പോലും നമുക്ക് സ്കോർ വാങ്ങി തരുന്ന കാര്യമാണ്. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്കിനി കുറച്ച് മാസങ്ങളാണ് ഉള്ളത് നീറ്റ് എക്സാമിന്. സ്റ്റാർട്ടിങ് ഫ്രം ഓഗസ്റ്റ് ഒരു ഫ്രഷ് മന്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതുവരെയുള്ളതൊക്കെ പോയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾ സീരിയസ് ആയിട്ടില്ല. കാരണം കുറേ പേരൊക്കെ ഇപ്പോഴും കൗൺസിലിങ്ങിന് കൊടുക്കണം, അതായത് ഈ വർഷത്തെ സ്കോർ വെച്ചിട്ട് എനിക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു സംശയത്തിൽ നിന്നവരുണ്ടാകും. അപ്പം കുറച്ച് പേർക്ക് ഡിസിഷൻ ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, കുഴപ്പമില്ല. പക്ഷെ ഇനി അങ്ങോട്ടേക്കുള്ള നമ്മുടെ ഡിസിഷൻ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളാണെങ്കിലും നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് പഠിച്ചു തുടങ്ങാം. സ്റ്റാർട്ടിങ് ഫ്രം ദ മന്ത് ഓഫ് ഓഗസ്റ്റ് നമ്മൾ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ഇപ്പം നിങ്ങളിപ്പോൾ ധീര ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണെങ്കിലും ഫീനിക്സിലെ സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങൾ ഒരു നോൺ സൈലമിയൻ ആണെങ്കിലും, ഇഫ് യു ആർ എ റിപ്പീറ്റർ ഓർ റിപ്പീറ്റർ, യു ക്യാൻ ട്രൈ ദിസ് ഔട്ട്. നിങ്ങൾ എന്താണെങ്കിലും ഇപ്പം ധീരയ്ക്കും ഫിനിക്സിലുള്ള കുട്ടികൾക്ക് കൃത്യമായി ക്ലാസ്സസ് നടക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം 9 in the morning ടിൽ 5-5:30 in the evening നിങ്ങൾ എല്ലാവരും ബിസിയാണ്. അപ്പം 9 to 5 എന്നുള്ള ആ ഒരു ടൈം നമുക്ക് എടുക്കാം. ആ സമയത്ത് നിങ്ങൾ ബിസിയാണ്. അപ്പം ആ സമയത്ത് നമുക്ക് വേറെ ഒരു സ്റ്റഡിയോ വേറെ ഒരു കാര്യത്തിലോ നമ്മൾ ചെലവഴിക്കില്ല. അപ്പോൾ കൃത്യമായി ലൈവ് ക്ലാസ്സസ് കണ്ടുപോകുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇതിലിപ്പം റിപ്പീറ്റേഴ്സ് ചോദിക്കും, ഫീനിക്സുകാർ ചോദിക്കും, മിസ്സേ ഞങ്ങൾ ലൈവ് അങ്ങനെ കാണാറില്ല, ഞങ്ങൾ കൂടുതലും വീഡിയോസ് വാച്ച് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യാണെന്ന്. വൈ ഐ ആം ആസ്കിങ് യു ടു വാച്ച് ദ ലൈവ് വീഡിയോസ്? ബിക്കോസ് യു ക്യാൻ യൂസ് ദാറ്റ് ടൈം, യു ക്യാൻ സേവ് എ ലോട്ട് ഓഫ് ടൈം ദാറ്റ് യു സ്പെൻഡ് ഓൺ വാച്ചിങ് വീഡിയോസ്. സോ ആ സമയം നിങ്ങൾ ലൈവ് ക്ലാസ് കണ്ട് ലൈവ് ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അപ്പോൾ അഡീഷണൽ ആയിട്ട് ചെയ്യാം. അതുകൂടാതെ നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് യു ഓൺലി ഹാവ് ടു വാച്ച് വീഡിയോസ് ഓഫ് ദോസ് ടോപ്പിക്സ് ഇൻ വിച്ച് യു ഹാവ് ഡൗട്ട്സ്. അപ്പോൾ എല്ലാം നിങ്ങൾ കാണേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ലൈവ് ക്ലാസ് കണ്ടുപോവുക എന്ന് പറയുന്നത്. അതാകുമ്പോൾ ആ ഫുൾ ഡേ ഷെഡ്യൂൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നു. നമ്മുടെ ഷെഡ്യൂൾ വളരെ എന്താ പറയുക, നന്നായിട്ട് സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. നമ്മൾ തന്നെ ഇരുന്ന് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് ഡേ ഡ്രീം ഒക്കെ ചെയ്ത് ചില ഡിസ്ട്രാക്ഷൻസ് വരും, കുറച്ചൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കും. ലൈവ് ക്ലാസ് ആകുമ്പോൾ ഇറ്റ്സ് ആൻ ഇന്ററാക്റ്റീവ് ക്ലാസ്, ടീച്ചർ ഇസ് റൈറ്റ് ദെയർ, പീപ്പിൾ ആർ സെൻഡിങ് ആൻസേഴ്സ് ഇൻ ദ ചാറ്റ് ബോക്സ്. അങ്ങനെ നിങ്ങളെ തന്നെ വളരെ ആക്റ്റീവ് ആക്കി വെക്കും, നിങ്ങളുടെ ബ്രെയിൻ വളരെ ആക്റ്റീവ് ആയിരിക്കും. ക്ലാസ്സിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലേണിങ്ങും അതുപോലെ ആ ക്ലാസ് വഴി നമുക്ക് കിട്ടുന്ന ലേണിംഗ് ഔട്ട്കമും വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതൊന്ന് മക്കൾ ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം നിങ്ങൾ ലൈവ് ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യുക. പിന്നെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ഡൗട്ട് ക്ലിയറൻസും ഉണ്ട്. അതായത് ടീച്ചറിനോട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. ടീച്ചേഴ്സ് അത് കൃത്യമായി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരികയും ചെയ്യും. അതൊരു കാര്യം. പിന്നെ ഇപ്പം നിങ്ങൾ 9 to 5 എന്നുള്ള ടൈമിൽ നിങ്ങൾ ബിസിയാണ്. അപ്പോൾ ക്ലാസ്സിന് ശേഷം നിങ്ങൾ ഒരു ഹാഫ് ആൻ അവർ ടു 45 minutes ഒരു ബ്രേക്ക് എടുക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക, ചായയൊക്കെ കുടിക്കുക, ഒന്ന് നടക്കാൻ പോവുക. ഈ വർക്കൗട്ടിനൊക്കെ പോകുന്നവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് വർക്കൗട്ട് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റിലാക്സേഷൻ തരുന്ന ആക്ടിവിറ്റി, എക്സെപ്റ്റ് സ്പെൻഡിങ് ടൈം ഓൺ സോഷ്യൽ മീഡിയ, വേറെ എന്തും നിങ്ങൾക്ക് ചെയ്യാം. അത് ആദ്യമായിട്ട് തന്നെ മക്കൾ ചെയ്യേണ്ട കാര്യം കേട്ടോ. നിങ്ങൾ ശരിക്കും ഇഫ് യു ആർ സീരിയസ് ആസ്പിരൻറ്റ്, ഇഫ് യു ആർ റിയലി എയിമിങ് അറ്റ് ക്ലിയറിംഗ് നീറ്റ് 2026, പ്ലീസ് ഗെറ്റ് റീഡ് ഓഫ് അൺനെസസറി സോഷ്യൽ മീഡിയ റൈറ്റ് നൗ. ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയ, നിങ്ങളുടെ ചുറ്റുമുള്ള മീഡിയ തന്നെ എത്രമാത്രം ഡിസ്ട്രാക്റ്റിംഗ് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു ട്രൂ ആസ്പിരൻ്റ് ആണെങ്കിൽ ഓൾവേസ് റിമെമ്പർ, നീറ്റ് 2026 ടോപ്പ് ചെയ്യാനുള്ള ആൾക്കാർ, ദ ടോപ്പേഴ്സ് ഓഫ് നീറ്റ് 2026, ദേ ആർ ഓൾറെഡി വേ അഹെഡ്. അവരിപ്പോഴേ ഇതെല്ലാം ഓഫാക്കി വെച്ചിട്ട് വളരെ അടിപൊളിയായിട്ടിരുന്ന് പഠിക്കുന്നുണ്ട്. അവർ ഈ അനാവശ്യ മീഡിയാസ് ഒന്നും ഇപ്പോൾ കാണുന്നുണ്ടാവില്ല. സോ നിങ്ങളൊരു ട്രൂ ആസ്പിരൻ്റ് ആണെങ്കിൽ ഇനിയെങ്കിലും യു പ്രോമിസ് ടു യുവർ സെൽഫ്. ബിക്കോസ് ഇപ്പം ശ്രുതി മാമിനോ ഞങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് നോക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ട് ഇവർ കേൾക്കുന്നുണ്ടോ, ഇവർ സോഷ്യൽ മീഡിയയിലുണ്ടോ, ഇതാണ്. ഈ ആർക്കും അപ്ഡേറ്റ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. ഓക്കെ, സോ സോഷ്യൽ മീഡിയ പ്ലീസ് ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അതേഴ്സ് ലൈഫ്, വാട്ട് ഈസ് ഹാപ്പനിങ് അറൌണ്ട് ദ വേൾഡ്, ഇതൊന്നും നമ്മൾ ഈ ഒരു കുറച്ച് മാസത്തെ സമയത്തേക്ക്, ഒരു 9-10 മാസത്തെ സമയമുള്ളൂ, ആ സമയത്ത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. Okay, after that you can get updated about everything. All right.
അപ്പോൾ അതൊരു കാര്യം. പിന്നെ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു സെപ്പറേറ്റ് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക, അനാവശ്യമായ സോഷ്യൽ മീഡിയ ഒക്കെ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റഡി പർപ്പസിനായിട്ടുള്ള അക്കാഡമിക് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി മാത്രമുള്ള സം ചാനൽസ് ആൻഡ് സം പേജസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അത് മാത്രം നിങ്ങൾ കുറച്ച് കാലത്തേക്കൊന്ന് ഡിസപ്പിയർ ചെയ്യുന്നതും ഇത് മാത്രം യൂസ് ചെയ്ത് പഠിക്കുന്നതും ടോട്ടലി അക്കാഡമിക്സിലേക്ക് കടക്കുക, ശരിക്കും നിങ്ങൾ സീരിയസ് ആണെങ്കിൽ. അപ്പോൾ അത് ആദ്യം ചെയ്യുക. അല്ലാതെ ഇതൊന്നും നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ഷെഡ്യൂൾ ഫോളോ ചെയ്യാൻ പറ്റില്ല. നമ്മൾ റീൽസ് കണ്ട് സമയം കളയും, നമുക്ക് നല്ല ഹോർമോൺ റഷ് കിട്ടും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ എന്തൊക്കെയോ വലിയ കാര്യം ചെയ്തു, ആ സമാധാനത്തോടെ നമ്മൾ കിടന്നുറങ്ങും. പിന്നെ നമുക്ക് കിടക്കുമ്പോൾ ഉറക്കം വരില്ല. കാരണം എന്താ, നമ്മൾ വിചാരിക്കും അയ്യോ ഞാൻ പഠിച്ചില്ലല്ലോ, ആ ടെൻഷൻ വരും. അങ്ങനെ ആങ്സൈറ്റി ഉണ്ടാവും, പാനിക് അറ്റാക്സ് ഉണ്ടാവും, പിന്നെയും പെൻഡിങ് വരും, അടുത്ത ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ആൻഡ് ക്ലാസ് കഴിഞ്ഞൊരു 1 hour ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്കിന് ശേഷം ലെറ്റ്സ് സേ യു ഗെറ്റ് ഫ്രീ ബൈ 7 to 9. നമുക്ക് ഈവനിങ് 2 സ്റ്റഡി സ്ലോട്ടും മോർണിംഗ് 1 സ്റ്റഡി സ്ലോട്ടുമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഒരു 7 to 9 ഉള്ള ടൈം നിങ്ങൾ എടുക്കുക. ആ ടൈമിൽ നിങ്ങൾ അന്നത്തെ ക്ലാസ്സിൽ എന്ത് പഠിച്ചോ, 2 hour സ്ലോട്ട് ഉണ്ട്. പോമഡോറോ മെത്തേഡ് യൂസ് ചെയ്യാം. ചെറിയ പാർട്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. 15 മിനിറ്റ് വായിക്കുക, 5 മിനിറ്റ് അതൊന്ന് റീകോൾ ചെയ്യുക. 15 മിനിറ്റ് വായിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് റീകോൾ ചെയ്യുക. അങ്ങനെ അന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്സ് ഒക്കെ യു ക്യാൻ റിവൈസ്. ഇപ്പം ബയോളജി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് നോക്കിയാൽ മതിയാകും. പക്ഷേ ഫിസിക്സോ കെമിസ്ട്രിയിലോ ചില ടോപ്പിക്സ് മേ ബി യു വിൽ ഹാവ് ടു സീ എ വീഡിയോ ആൻഡ് റീകോൾ ദാറ്റ് ടോപ്പിക്. അപ്പം ഫുൾ വീഡിയോ കാണണ്ട. അപ്പോൾ കുറേ പേര് പറയുന്ന കാര്യമാണ്, മിസ്സേ വീഡിയോസ് കണ്ടു തീർക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല. യു ഡോണ്ട് ഹാവ് ടു വാച്ച് ദി എൻറ്റയർ വീഡിയോ. ഇപ്പോൾ ഒരു ടോപ്പിക്കിൻ്റെ വീഡിയോ ലെറ്റ്സ് സേ ഇഫ് ഇറ്റ് ഇസ് ഫോർ 1 hour വീഡിയോ, ഓക്കെ നോട്ട് 1 hour, 40 minutes വീഡിയോ. ആ 40 minutesൽ നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവാത്തത്, വിച്ച് ഇസ് ദാറ്റ് പാർട്ട് യു ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, അത് മാത്രം എടുത്ത് കാണുക. എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അങ്ങനെ 7 to 9 നമ്മൾ ഫസ്റ്റ് സ്റ്റഡീസിലോട്ട് കംപ്ലീറ്റ് ചെയ്യും. 9 o'clock നമ്മൾ ഡിന്നർ കഴിക്കുന്നു, ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നു. അഗൈൻ 9:30 to 11:30 സെക്കൻഡ് സ്റ്റഡി സ്ലോട്ട് വരുന്നു. ആ സ്റ്റഡി സ്ലോട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി ശ്രദ്ധിച്ച് കേൾക്കണം, ആദ്യത്തെ സ്റ്റഡി സ്ലോട്ട് നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ, പെൻഡിങ് ടോപ്പിക്സ് ഒക്കെ നമ്മൾ, പെൻഡിങ് അല്ല, പഠിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് റിവൈസ് ചെയ്തു, ആക്റ്റീവ് റീകോൾ ചെയ്തു. അതോടെ അത് നമ്മുടെ മൈൻഡിൽ എന്താ പറയുക, സ്റ്റക്കായി. സോ നൗ റെഗുലർ റിവിഷൻസ് ഓർ ക്വസ്റ്റ്യൻസ് ആർ ഇനഫ്. നമുക്കത് റീകോൾ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, കാരണം അതുകൊണ്ടാണ് അപ്പം തന്നെ പഠിക്കുന്നത്, അപ്പം തന്നെ പൊമഡോറോ മെത്തേഡോ ആക്റ്റീവ് റീകോളോ ഒക്കെ യൂസ് ചെയ്ത് റീകോൾ ചെയ്ത് അപ്പം തന്നെ അത് മനസ്സിൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ സ്റ്റഡി സ്ലോട്ട് ഇസ് ഫ്രം 9:30 to 11:30. ഈ സ്റ്റഡി സ്ലോട്ടിൽ വാട്ട് യു ക്യാൻ ഡു ഈസ് സം ഓഫ് യു സ്പെൻഡ് ടൈം വാച്ചിങ് പേൾ വീഡിയോസ്. അപ്പം അത് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം, ഇറ്റ്സ് ടോട്ടലി അപ് ടു യു. പക്ഷേ വാട്ട് ഐ സജസ്റ്റ് ഈസ് റീഡ് NCERT. നിങ്ങൾ അന്ന് പഠിച്ച ടോപ്പിക്കിൻ്റെ NCERT റീഡിങ് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ചിലർക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളെ ബോദർ ചെയ്യുന്നത് എന്താണ്, യു ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എന്നും ഉറങ്ങാൻ പോകും ആസ് എ നീറ്റ് ആസ്പിറൻറ്റ്, ഇഫ് യു റിയലി വോണ്ട് NEET 2026, വാട്ട് ഡു യു തിങ്ക് ഇസ് ദാറ്റ് ഫാക്ടർ ദാറ്റ് ഈസ് സ്റ്റോപ്പിംഗ് യു? നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴല്ലേ നമ്മൾ ആലോചിക്കുക. നമ്മൾ ഏറ്റവും വേർസ്റ്റ് എന്താ പറയുക ഫിയേഴ്സ് ഒക്കെ നമ്മൾ ആലോചിക്കും നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്താണ്. അതെന്താവും, ഇതെന്താവും, എനിക്ക് പെൻഡിങ് ഉണ്ട് അല്ലേ. അപ്പോൾ പെൻഡിങ് ഉണ്ട്, എനിക്ക് ഫിസിക്സിലെ ആ ചാപ്റ്റർ അറിയില്ല. അല്ലെങ്കിൽ NEET 2025 എഴുതിയപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങൾ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത് എന്തായിരുന്നു, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. സോ വട്ട് എവർ ഇസ് ദാറ്റ് തോട്ട് ദാറ്റ് കംസ് ടു യുവർ മൈൻഡ്, പെൻഡിങ് ടോപ്പിക്സ് ആണോ വരുന്നത്, എനിക്ക് ഷെഡ്യൂൾ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് വീഡിയോസ് കാണാൻ പറ്റുന്നില്ല, അതാണോ, ദാറ്റ് യു ഡു ഡ്യൂറിങ് ദാറ്റ് ടൈം. സോ 9:30 to 11:30 എന്നുള്ള ആ ഒരു സ്ലോട്ടിൽ മക്കൾ എയ്തർ യു ക്യാൻ വാച്ച് വീഡിയോസ് ഓഫ് നെക്സ്റ്റ് ഡേയ്സ് ക്ലാസ്, or you can read NCERT and practice questions, or watch videos and practice questions of the pending topics, whatever is your backlog. നിങ്ങളൊരു ടൈം ടേബിൾ ഇടറ, Monday to Saturday, ഓക്കെ, Monday Tuesday ഫിസിക്സ് ചെയ്യും, ആൻഡ് Wednesday Thursday കെമിസ്ട്രി ചെയ്യും. അങ്ങനെ പെൻഡിങ് കവർ ചെയ്ത് പോകുന്നുള്ള രീതിയിൽ സ്വയമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക. ട്രസ്റ്റ് മീ, if you don't put in efforts from your end, no teacher, no institute, no study material, nothing can help you clear NEET. You have to start putting in efforts, okay? അപ്പോൾ അതൊരു കാര്യം. മക്കൾ ഓൾറെഡി എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് റീവർക്ക് ചെയ്താൽ മതി. എന്താണോ അതിൽ ലാക്ക് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്കതിൽ റീവർക്ക് ചെയ്യാം. ബിക്കോസ് നമുക്ക് ഒറ്റ ഗോളേ ഉള്ളൂ, ചുറ്റുമുള്ളത് എന്താണ് നടക്കുന്നത് ഒന്നും നമ്മളിപ്പോൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. വി ഡോണ്ട് നോ വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓൾസോ, ബട്ട് വി നോ ഫോർ ഷുവർ ദാറ്റ് വി ആർ ഗോയിങ് ടു ക്ലിയർ NEET 2026. ഓക്കെ,
അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞു. 11:30ക്ക് നമുക്കൊരു എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ അക്കൗണ്ടബിൾ ആകുന്നത് ഭയങ്കര നല്ലതാണ്. സോ നമ്മൾക്കൊരു പഠിക്കുന്ന അവിടെ സ്റ്റഡീൻ്റെ അവിടെ ഒരു ബോളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് എഴുതി വെക്കാം, ഇന്ന് ഞാൻ ഇതൊക്കെ പഠിക്കാൻ ഉദ്ദേശിച്ചു. ഇങ്ങനെ നമുക്ക് ഇറേസ് ചെയ്ത് കളയാൻ പറ്റുന്ന ബോളില്ലേ, മാഗ്നറ്റിക് വാൾസ് ഒക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ചെറിയ ബോർഡ്സ് ഉണ്ട്, അതിൽ എഴുതി വെക്കുക, എന്നിട്ട് ഇറേസ് ചെയ്ത് കളയുക. അന്നന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം രാവിലെ തന്നെ നമ്മൾ അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അത് ടിക്ക് ചെയ്യുക. അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ NCERT ഒക്കെ വായിച്ച് ചെറുതായിട്ടൊന്ന് സമാധാനമായിട്ട് കുറച്ച് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ ഉറക്കത്തിലേക്ക് പോകുന്നു. ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ ഫോൺ സ്ക്രോൾ ചെയ്തിട്ടല്ല ഉറങ്ങാൻ പോവുക. കാരണം അത് നമ്മുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റിയെ ഭയങ്കരമായിട്ട് ബാധിക്കും. നിങ്ങൾ പഠിക്കുമ്പോൾ എസ്പെഷ്യലി ഇങ്ങനെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കുന്നതോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോ മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ എന്ത് കഴിക്കുന്നു, എത്ര മണിക്കൂർ ഉറങ്ങുന്നു, നിങ്ങളുടെ മൈൻഡ് എത്ര റിലാക്സ്ഡ് ആണ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉറങ്ങുന്നു. ഇപ്പം മോർണിംഗ് നിങ്ങൾ 7 o'clock അല്ലെങ്കിൽ 6:30 6 o'clock എണീക്കുന്നവരുണ്ടാവും. ഏത് സമയത്ത് എണീറ്റാലും രാവിലെ ഫ്രഷനപ്പ് ആയിട്ട് ഒരു 2 hour slot, ദാറ്റ് ക്യാൻ ബി ഫ്രം 7 to 9 ഓർ 6:30 to 8:30 വാട്ട് എവർ, ഒരു 2 hour സ്ലോട്ട് നിങ്ങളുടെ ടൈം അനുസരിച്ച് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊരു 2 hour സ്ലോട്ട് എടുക്കുക. ഞാൻ സജസ്റ്റ് ചെയ്യുക, തലേദിവസം നിങ്ങൾ അന്നത്തെ ടോപ്പിക്സും പെൻഡിങ്ങും ഒക്കെ കവർ ചെയ്ത് NCERT ഒക്കെ വായിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ഈ മോർണിംഗിലുള്ള സ്ലോട്ടില്ലേ ആ സമയത്ത് പേൾ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ പേൾ വീഡിയോസ് എല്ലാത്തിൻ്റെയും കാണേണ്ടി വരില്ല. ഏത് സബ്ജക്റ്റ് ചൂസൺ ആയിട്ടുള്ള സബ്ജക്റ്റ് ഏത് ചാപ്റ്റർ ആണോ നിങ്ങൾക്ക് അന്നത്തെ ഷെഡ്യൂളിലുള്ള ക്ലാസ് ഏതാണെന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പേൾ വീഡിയോസ് കണ്ടുവെക്കുക. എന്നിട്ട് വേണം ലൈവിലേക്ക് നമ്മൾ കയറാൻ. അപ്പം 2 hours കൊണ്ട് നിങ്ങൾ ഒരു മിസ്സേ എല്ലാം ഒന്നും കണ്ടു തീർക്കാൻ പറ്റില്ല, എല്ലാം കാണേണ്ട. ദാറ്റ്സ് വാട്ട്, സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ആ ചാപ്റ്ററിൻ്റെ പാർട്സ് മാത്രം കാണുക. എന്നിട്ട് നമ്മൾ നേരെ ലൈവിലേക്ക് പോകുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഫുൾ ഡേ നമ്മൾ ഓക്യുപ്പൈഡ് ആണ്. ആൻഡ് ഓൾസോ എന്നിട്ട് നമ്മൾ ഈ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ബോർഡിൽ നമുക്ക് എല്ലാവർക്കും ഒരു വൈറ്റ് ബോർഡ് ഉണ്ടാകും. ഒരു ഷീറ്റ് ഓഫ് പേപ്പർ ആയാലും മതി, അതിൽ നമ്മൾ അന്നത്തെ ലിസ്റ്റ് എഴുതി വെക്കും. നമ്മൾ ഇന്ന് ഈവനിങ് എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം വൺ മോർ തിങ്, വെരി ഇമ്പോർട്ടൻറ്റ് തിങ് മക്കളെ, നിങ്ങൾ ഇപ്പം തന്നെ അത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ എപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്താലും ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, നമ്മുടെ OMR ഷീറ്റില്ലേ, നീറ്റിൻ്റെ OMR ഷീറ്റ്, അത് നമുക്ക് ഇപ്പോൾ ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പം അതേ പാറ്റേണിലുള്ള OMR ഷീറ്റ് നിങ്ങൾ ഒരു 19 കോപ്പി സെറോക്സ് എടുത്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളൊരു 5 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണെങ്കിലും 10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടുമല്ലോ, അത് OMRൽ മാർക്ക് ചെയ്യുന്ന പോലെ ഒരു ടെസ്റ്റ് പോലെ എഴുതുക. നിങ്ങളിപ്പം ഈവനിങ് സ്റ്റഡി സ്ലോട്ടിൽ സ്വയമായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുമല്ലോ. അപ്പം നിങ്ങൾ ഓരോ സബ്ജക്റ്റിൻ്റെയും എക്സസൈസസ് ചെയ്യും. നമ്മുടെ സൈലം സ്റ്റഡി മെറ്റീരിയലുള്ള എക്സസൈസസ് നിങ്ങൾക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ ഈവനിങ് സ്റ്റഡി സ്ലോട്ടിൽ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നോക്കുക, എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ടൈമർ വെക്കാം. ഓക്കെ, എന്നിട്ട് ഇപ്പം 10 ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ 40 ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നതെങ്കിൽ അത്രയും ടൈം നിങ്ങൾ നിങ്ങളുടെ ടൈമറിൽ സെറ്റ് ചെയ്തിട്ട് OMR ലിമിറ്റഡ് ടൈമിൽ OMR മാർക്ക് ചെയ്ത് നോക്കുക. എപ്പോഴും 45 ക്വസ്റ്റ്യൻസ് അറ്റ് വൺസ് ചെയ്യാൻ നോക്കുക. ബിക്കോസ് നമുക്ക് നീറ്റിൽ ഒരു സബ്ജക്റ്റിന് 45 ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ 45 ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്നു. അതിന് എത്ര മിനിറ്റ് ടൈം നമ്മൾ കണക്കാക്കുന്നു, അതിപ്പോഴേ പ്രാക്ടീസ് ചെയ്യുക. 45 മിനിറ്റ്സ് ടൈമർ വെക്കുന്നു, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, OMRൽ മാർക്ക് ചെയ്യുന്നു. കാരണം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് അത്. മക്കൾ പഠിക്കുമ്പോൾ എല്ലാവരും എന്നോട് മിസ്സാ ഞാൻ കുറേ ടെസ്റ്റ് എഴുതി, കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു, എന്നാലും എനിക്ക് എക്സാം ഹാളിൽ ചെയ്യാൻ പറ്റുന്നില്ല, എക്സാം ഹാളിൽ എനിക്ക് സ്പീഡ് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? എക്സാം ഹാളിൽ നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ട്, ആൻസർ നമ്മൾ OMRൽ മാർക്ക് ചെയ്യുന്നുണ്ട്, കൃത്യമായി മാർക്ക് ചെയ്യുന്നുണ്ടൊക്കെ നമ്മൾ എൻഷുർ ചെയ്യണം. അത്രയും കാര്യങ്ങൾ നമ്മൾ എക്സാം ഹാളിൽ, ആൻഡ് നമ്മൾ ലിമിറ്റഡ് ടൈമിലാണ് എക്സാം ഹാളിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആണ്, നമുക്ക് കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല, ആൻസർ എങ്ങനെയും കിട്ടിയാൽ മതി. അത് OMRൽ മാർക്ക് ചെയ്ത് തീർക്കണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾക്ക് അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഇത് രണ്ടും തമ്മിലൊരു മിസ്മാച്ച് വരുന്നത്. ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ തന്നെ ഓരോ പ്രാവശ്യവും എക്സസൈസ് ചെയ്യുമ്പം അത് 45 മിനിറ്റ്സ് ടൈമർ വെക്കുക. 1 മിനിറ്റ് പെർ ക്വസ്റ്റ്യൻ എന്നുള്ള ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നല്ലത്. എന്നിട്ട് നിങ്ങൾ ആ ടൈമർ അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നു, OMRൽ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ OMRൻ്റെ കുറേ സെറോക്സ് കോപ്പി എടുത്ത് വെക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഫിസിക്കൽ, കാരണം നിങ്ങൾ എഴുതാൻ പോകുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം അല്ല, ഓൺലൈൻ എക്സാം അല്ല, ഓഫ്ലൈൻ എക്സാം ആണ്, പെൻ ആൻഡ് പേപ്പർ മോഡാണ്. സോ യു ഹാവ് ടു ബി എക്വിപ്ഡ്. നിങ്ങൾ അതിലും എക്സെൽ ചെയ്യണം. വെറുതെ നമ്മൾ പഠിച്ചു പോയിട്ടോ ക്വസ്റ്റ്യൻ ചെയ്ത് പോയിട്ടോ കുറേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ട് പോയിട്ടോ കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാനിനെ ഒന്നും കൂടെ ഒന്ന് റീഷേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ല സ്കോർ വാങ്ങിക്കാം. അടുത്ത GIBയിൽ നിങ്ങളുടെ പെർഫോമൻസും അടിപൊളിയാകും, നിങ്ങളുടെ സ്കോറും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഐ വിൽ കം ആൻഡ് ഗിവ് യു എ സ്റ്റഡി പ്ലാൻ. മിസ് എല്ലാവർക്കും രാവിലെ എണീക്കുക ഇത് ചെയ്യാവുന്ന സ്റ്റഡി പ്ലാൻ തരാത്തത് ബിക്കോസ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യുവർ ഷെഡ്യൂൾ ഇസ് ഡിഫറെൻറ്റ് ആൻഡ് നിങ്ങളുടെ ക്ലാസ് ടൈമിങ്സും ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങളുടെ ക്ലാസ് ടൈമിംഗ് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് നിങ്ങളൊക്കെ ഓൾറെഡി ഇത് കുറേ പേര് ചെയ്യുന്നുണ്ടാവും. ലൈക്ക് ഇങ്ങനെയുള്ള ഷെഡ്യൂളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാകും. ഇപ്പം ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു ലാഗിങ് വന്നിട്ടുണ്ടെങ്കിൽ
അതൊന്ന് റീഫോക്കസ് ചെയ്യാനാണ് ഇത് പറഞ്ഞു തന്നത്. പിന്നെ വീക്കെൻഡ്സിൽ മാക്സിമം നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എഴുതുക. ഓൺലൈനായിട്ട് ആപ്പ് ത്രൂ ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് എക്സസൈസ് ടെസ്റ്റായിട്ട് എഴുതി നോക്കാം. Please make sure you write as many mock exams as possible right from the beginning. Okay? And wishing you the very best. I'll be coming back with a lot of videos. Good luck.